ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് മുള്ളങ്കീര ഇല കൊണ്ടുള്ള തോരനാണ് കേട്ടോ. ഇതാ ഇത്രയും ഉണ്ട്. ഇത് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അരമണിക്കൂറായി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിലെന്തെങ്കിലും വിഷാംശങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് നീങ്ങാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തും ഇത് വെള്ളത്തിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഈ ഇലകളെല്ലാം വളരെ ചെറുതായി ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ മുള്ളങ്കീര ഇലയെല്ലാം ഞാൻ ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സവാള ഒന്ന് നമ്മൾക്ക് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്നും വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയെല്ലാം ചെറുതായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിൽ ഇട്ട് കൊടുക്കുന്നതാണ് ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 അതൾ കറിവേപ്പില, 5-10 ഉള്ളി വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക് ചതച്ചത്. ഇതെല്ലാം കൂടി ഞാൻ ഈ വഴണ്ട് വന്ന ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് കൂടി ഞാൻ തേങ്ങയുടെ കൂടെ ചതച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ മസാലയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് അതിലേക്ക് മുറിച്ച് വെച്ച മുള്ളങ്കിയുടെ ഇല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ മുള്ളങ്കീര ഇലയിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായി ആ മസാല എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് ഇടയിൽ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ സിമ്മിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിനി. അപ്പോൾ അതാ ഈ നമ്മൾ ഇല ഇടുന്ന സമയത്ത് ചട്ടി നിറച്ചുണ്ടായിട്ടില്ലേ. അപ്പോൾ ഇതുകൊണ്ട് ആ ചട്ടി ചൂടായ സമയം കൊണ്ട് തന്നെ ഇതാ ഇലയൊക്കെ താണു വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇട്ട് കൊടുത്ത ഉപ്പ് കുറവാണെങ്കിൽ രണ്ടാമതൊന്ന് കല്ലുപ്പാണെങ്കിൽ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ഇടുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പഴയ പോലെ തന്നെ ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ആയി ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അടിക്ക് പിടിക്കും, അല്ലെങ്കിൽ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഞാൻ ഏറ്റവും ആദ്യം തേങ്ങയുടെ കൂടെ ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടായിരുന്നു. നല്ല ഇങ്ങനെ വേറി വരുന്ന രീതിയിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുള്ളങ്കി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇല കളയാതെ ഇതുപോലെ ഒന്ന് തോരൻ വെച്ച് നോക്കൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ ആ ഉള്ളി ഇടുന്നത് ഒഴിവാക്കണ്ട കേട്ടോ. അതിൻ്റെ ഇലയുടെ ചെറിയ ഒരു സ്മെല്ലുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് മാറിക്കിട്ടാൻ ആ ഉള്ളി വാട്ടിയെടുത്തത് കൊണ്ട് ശരിയാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.